അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പഠനം മധുരം പുസ്തകത്തിലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 10 ജീവികളെ കുറിച്ചാണ്. ഒന്ന് അസ്ഹാബുൽ കഹഫിന്റെ നായാണ്. ചരിത്രങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്കറിയാം. ഒന്ന് അസ്ഹാബുൽ കഹഫിന്റെ നായാണ്. 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശുക്കുട്ടിയാണ്. 3 ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആടാണ്. 4 മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശുവാണ്. 5 യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മത്സ്യം. 6 ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴുത. 7 സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉറുമ്പ്. 8 ബൽക്കീസ് രാജ്ഞിയുടെ ഹുദ്ഹുദ്. 9 സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകം. 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുറാക്ക്. ഈ 10 ജീവികൾ നാളെ സ്വർഗത്തിലാണ്. ഈ ജീവികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ ഇവരുടെ ആടുകളുടെ രൂപത്തിലായിരിക്കുമെന്നാണ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. ആടിന്റെ രൂപത്തിലായിട്ട് ഈ കഴുതയും പശുക്കുട്ടിയും മത്സ്യവും ഉറുമ്പും ഹുദ്ഹുദ് എന്ന മരംകൊത്തിയും സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാക്കും, ഇതെല്ലാം പ്രത്യേകിച്ച് അസ്ഹാബുൽ കഹഫിന്റെ നായ. അസ്ഹാബുൽ കഹഫിന്റെ നായയുടെ ചരിത്രം നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ഓതുന്നതാണ്. പ്രത്യേകിച്ച് ആ സൂറത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഓരോ സൂറത്തിനും വളരെ പ്രാധാന്യങ്ങളുണ്ടെങ്കിൽ അസ്ഹാബുൽ കഹഫിന്റെ നായയുടെ ചരിത്രം പറയുന്ന പ്രത്യേകിച്ച് സൂറത്തുൽ കഹഫ്, നമ്മൾ ഓരോ സൂറത്തിനും ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് യാസീനാണ്, ഫാത്തിഹ കഴിഞ്ഞാൽ. അപ്പൊ ഈ സൂറത്ത് യാസീൻ നമ്മൾ നമ്മൾ ഖൽബുൽ ഖുർആനാണ്. രാവിലെ നമ്മൾ ഒരു യാസീൻ ഓതിയ വൈകുന്നേരം വരെ അതിന്റെ പ്രകാശം, വൈകിട്ട് ഓതിയ നേരം വെളുക്കുന്ന വരെ അതിന്റെ പ്രകാശം നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഓതുന്ന സ്ഥലത്തും എല്ലാം അല്ലാഹു തആല നൽകും. സൂറത്തുൽ ബഖറ ഓതിയാൽ അതിന്റെ പ്രകാശം 3 ദിവസം നിലനിൽക്കും ആ വീട്ടിൽ നിന്നാണ്. 3 ദിവസത്തേക്ക് ശൈത്താൻ അങ്ങോട്ട് പ്രവേശനമില്ല. അതേസമയം സൂറത്തുൽ കഹഫ് ഓതിയാൽ അതങ്ങനെയല്ല. ഇന്ന് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതിന്റെ പ്രകാശം നിലനിൽക്കും. ഇതിന് ഇടയിൽ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി വന്നാൽ പോലും പേടിക്കേണ്ട എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ 10 ആയത്ത് മനപ്പാടമുള്ളവരെ ദജ്ജാലിനെ പേടിക്കേണ്ട. കാരണം എന്താ, ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തിൽ പോലും അവസാനം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യായ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ആ ദജ്ജാലിനെ തൊട്ട് കാവൽ ചോദിച്ചിട്ടാണ് നിസ്കാരം പോലും നമ്മൾ അവസാനിപ്പിക്കുന്നത്. കാരണം എന്താ, നമ്മുടെ സങ്കല്പത്തിനപ്പുറമാണ് ദജ്ജാല് വന്നാൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും. അത്രയ്ക്ക് ഭയാനകമായിരിക്കും. ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളെ നിസ്കാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പൊ ആ നിസ്കാരത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ പോലും അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ദജ്ജാലിന്റെ കാവലാണ്. അപ്പൊ ദജ്ജാലിന്റെ ഷർറുകളെ തൊട്ട് തടയുന്നതും നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ ദജ്ജാലല്ല, കൊച്ചു കൊച്ചു ദജ്ജാലിന്റെ ഫിത്നകളുണ്ട്, അതുപോലും തടയുന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിച്ച സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ 10 ആയത്തെന്നും അവസാനത്തെ 10 ആയെന്നും പറഞ്ഞു. അവസാനത്തെ 4 ആയത്തുകൾ നമുക്ക് ഒഴിവാക്കാൻ ഒക്കില്ല. കാരണം എന്താ, നമ്മളൊരു മനുഷ്യൻ സുബഹിക്ക് മുമ്പ് ഉണരണം, തഹജ്ജുദ് നിസ്കരിക്കണം, എങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഒരാൾ പതിവാക്കേണ്ട 4 ആയത്തുകളാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല എന്ന് തുടങ്ങുന്ന 4 ആയത്തുകൾ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് അമലുകൾ ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.